അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാമ്പഴത്തറ മെട്ടാപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു പേടി വന്നുണ്ട്. ഒരു കൊടും കാടാണ്. നല്ലൊരു ഭയങ്കരമായിട്ട് ഫീൽ തോന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഈ ടോർച്ച് അടിക്കുന്നത് എൻ്റെ ഇതിലാണ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. നോക്കൂ, കണ്ടോ എന്തോന്ന് കണ്ടോ? ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇപ്പൊ സമയം, ചേച്ചി ഫോൺ ഉണ്ടോ കയ്യില്? എത്രയാണെന്ന് കാണിച്ചേ? 8:59 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം. നമ്മൾ ഈ 8:59 ഈ നട്ട് പാതിരേക്ക് ഞങ്ങള് കറങ്ങാൻ പോകണം കേട്ടോ. എവിടാന്ന് വെച്ചാൽ മാമ്പഴത്തറയാണ്. ഞങ്ങൾ ആനയുമായിട്ടൊരു മല്ലയുദ്ധത്തിന് പോകണം കേട്ടോ. നമ്മുടെ സനി ചേച്ചി, റോബി ചേട്ടൻ, പിന്നെ അവിടുത്തെ പിറുങ്ങാണികൾ, പിന്നെ നമ്മുടെ നന്ദൂസ്, നമ്മളെല്ലാവരും കൂടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. എന്തായാലും ഇച്ചിരി അപകടം പിടിച്ചൊരു യാത്രയാണെന്ന് അറിയാം, എങ്കിലും ഞങ്ങള് ഒന്ന് പോവുകയാണ്. അവിടെ ആനയും മൃഗങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അവിടെ ഉള്ളൊരു ചേട്ടൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഈ വേട്ട് വലിച്ച് എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഇത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിലേക്ക് പോവാണ് കേട്ടോ. ആ പുള്ളി ഉണ്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം നടക്കുമെന്തോ മരത്തിന്റെ ചോട്ടി കിടക്കണം, ആന വന്ന് പേസ്റ്റ് ആകും, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇരുന്ന് ഒരു വൈബ് അടിച്ച് വെളുപ്പാങ്കലൊക്കെ റിട്ടേൺ വരും. നമുക്ക് എത്ര മണി വരെ വേണമെങ്കിലും വീട്ടിൽ ചെല്ലണം. നമുക്ക് വിളിക്കാനുള്ള റേഞ്ച് ഇല്ല. അയാളുടെ വീട്ടിൽ അയാൾ കാണും എങ്ങും പോത്തിരുന്ന് പറഞ്ഞത്. എനിക്ക് അയാളുടെ വീടറിയാം. പക്ഷെ ഇവര് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പൊ 9:15 ബസ്സിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ. സനി ചേച്ചി ഇപ്പം ചേച്ചിയുടെ തലക്കാട്ടോ വെച്ചേക്കുന്നേ. ചേച്ചി നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ എല്ലാം പാളുന്നാ പറയുന്നോണ്ട് പെട്ടെന്ന് വന്നോണം. ഇപ്പൊ ചേച്ചിയുടെ തലയ്ക്ക് വെച്ചിട്ടുണ്ട്. മക്കു പെട്ടെന്ന് വാ. എന്തോ ഹായ്. നമ്മളിതാ പോവാണ് കേട്ടാ. സെറ്റല്ലേ? നിങ്ങൾ കേറ്. മൈക്ക് കയ്യിലുണ്ടോ? ടോർച്ചൊക്കെ എടുത്തായിരുന്നോ? ഓക്കെ, വെട്ടേറ്റ് വേണം മോനെ. വിഴുന്ന് പോവാ കേട്ടോ. ചേച്ചി തട്ടോടയിൽ സാധനം മേടിക്കാൻ പോയ കേട്ടോ. വിഴുന്ന് പൊറോട്ട വാങ്ങാൻ പോയ സനിച്ചേച്ചിയെ കാണാനില്ല. അങ്ങനെ സനിച്ചേച്ചി തപ്പി ഞങ്ങളിതാ പോകണം കേട്ടോ. ഇവിടെ നിപ്പുണ്ട്, കണ്ടിട്ടിരിക്കുന്നു. കൊച്ചിനെയോ കത്ത് വെച്ച് ഒട്ടത്തികൾ പോകുന്ന പോലെ കേരാപ്പാര പോകുന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കുഴപ്പം കൂടുതല. പുല്ല് തിന്നാൻ പോകുന്നു നീ രാത്രി. ഞാൻ സുധീറിനോട് നിൽക്കുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ എന്നോട് കേട്ടത്. അങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ എടുക്കണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണല്ലോ. അങ്ങനെ നമ്മള് ഇവിടെ ഉറക്കം വരുന്ന ഇവിടെ വണ്ടി കയറിയാല് അതുകൊണ്ട് ഇവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളെല്ലാരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരിടത്ത് എത്തിയില്ല. നമ്മളെ എങ്ങനെ കാണിക്കാൻ പറ്റും? അങ്ങനെ ഞങ്ങൾ ടൗണിൽ എത്തിയതേ ഉള്ളൂ, പുല്ലൂര്. ഇനി അങ്ങോട്ട് ഉൾക്കാട്ടിലോട്ട് എത്തിയിട്ട് ഞങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. കാര്യം രണ്ട് സൈഡും ഭയങ്കര റബ്ബറും സാധനങ്ങളൊക്കെ. അതിനെടുത്താ താഴെ എടുത്താ വിളക്കും കളഞ്ഞത് പറയാനെന്ന് ടോർച്ചടിച്ച് നോക്കാം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റൂല. ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ കാണിച്ചു തരാം. അതേ ഉള്ളു.
പ്രാന്തനെ കാണിച്ചു തരാം. വ്ളോഗിൽ വരുന്നല്ലേ, ഇതിപ്പോ വ്ളോഗിലൊന്നും വരുന്നില്ല, അതാണ് വിഷയം. ഈ രാത്രിയോ മയില് മക്കളെ നോക്ക് മക്കളെ നോക്കാം. കിടക്കുന്ന ഒരു പാമ്പ്, ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം മേലോട്ട് നോക്കിയോ, തോട്ടത്തിലോട്ട് നോക്കിയോ. തോട്ടത്തിനകത്തൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടാ. ഭയങ്കര ഇരുട്ടെന്ന് വെച്ചാ രാത്രി 12 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം തരാം ചവിട്ടിക്കളയുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ 5 വർഷം അല്ല, ഈ സൗണ്ടില് ഒരു മൃഗത്തും കണ്ണി കൊത്തി അതിന്റെ ചങ്കിലും കൊത്തി വരുത്തി വണ്ടി എടുത്ത് അതിനെയായിരുന്നു. രണ്ട് പട്ടിയെ കണ്ട്, കാട്ടുപട്ടി കണ്ടു. നിങ്ങൾ കണ്ണോക്ക് പട്ടി 2 കാട്ടുപട്ടി. കൊച്ചു പേടിച്ചു. പിന്നെ ക്രിസ്റ്റോ ബർത്ത്ഡേ റബ്ബറാണെന്ന് തോന്നുന്നു. അതെ, റബ്ബർ മരമാണോ? നമുക്ക് മെത്താപ്പി പോയി ഫുഡ് കഴിക്കാം. എന്റെ ബാഗിൽ ശവക്കല്ല. നമ്മള് മെത്താപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാനാണ് കേട്ടോ പ്ലാൻ. കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുന്നേ നമ്മളവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ രാത്രി ആകുമ്പോൾ അതൊരു വേറൊരു വൈബാണ്. പിന്നെ തട്ടടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്നത്. എന്നെ കാണൂ, ഞാൻ ഒറ്റ വന്നാലോ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് മാമ്പഴത്തറ മെത്താപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു പേടി വന്നുണ്ട്. ഒരു കൊടും കാടാണ്. നല്ലൊരു ഭയങ്കരമായിട്ട് ഫീൽ തോന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഈ ടോർച്ച് അടിക്കുന്നത് എന്തതിലാണ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. നോക്കൂ, കണ്ടോ എന്തോന്ന് കണ്ടോ? വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കുന്ന മേഖല. അതും ആരാന്ന് കണ്ടോ? കടുവ. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് കല്ലറയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല പേടിയുണ്ട്. എന്തുവായാലും നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നന്ദൂട്ടൻ കളിപ്പില. നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. പിന്നെ മനസാക്ഷിയുടെ കുട്ടിന്റെ പുറത്ത് ഇത്രയും തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ഇരുന്ന് മര്യാദയ്ക്ക് തിന്നാതെ മത്താപ്പി വന്ന് കാടിനകത്ത് വന്ന് പൊറോട്ട കഴിക്കുക. ആന ചവിട്ടില്ലേ നാളെ നമ്മൾ പോകും. അതെ, നമ്മൾ ചക്കില്ലാന്നുണ്ടെങ്കിൽ ഈ വ്ലോഗ് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ പൊന്നിയുടെ അവസാനത്തെ വ്ലോഗാണ്. എന്റെ സ്വപ്നം. ഇപ്പൊ സമയം എത്ര മണിയായി? 1 മണിയല്ലേ? 1 മണിയായി. 1 മണിയുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. റോഡ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പേടിയൊന്നുമില്ലേ? ഞാൻ അന്ന് ഉറപ്പിൽ തൊടാൻ പോയി. ഇത് വാക്സിൻ തുറന്നു. 1 മണിക്കുള്ള ദൃശ്യമാണ് കേട്ടോ. ഇവരിപ്പോ എപ്പോഴായിരിക്കും ഉറങ്ങുന്നത്?
ആ പോട്ട് പോട്ട്. വീട്ടിൽ നിന്ന് വനത്തിലേക്ക് കയറുവല്ലേ. സമയം എന്ന് പറയുന്നത് 1:30 കേട്ടോ. 1:30 നമ്മൾ ഈ വനത്തിലോട്ട് കയറാൻ പോകുന്നത്. ആന പോയിട്ട് കുറെ ആനപ്പിണ്ടങ്ങൾ കണ്ടു. ഇനി എന്തെങ്കിലും കാണോ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഈ രാത്രി യാത്രയില്ല, ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.